കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആരുടെ ബൈക്കാന്ന് കൺമുമ്പിൽ നിന്ന് മറഞ്ഞത് അനിരുദ്ധന്റെ നോട്ട റോഡിൽ കിടക്കുന്നവരിലേക്കായി. ചുണ്ടിൽ വിരിഞ്ഞൊരു ക്രൗര്യമേറിയ ചിരിയോടെ അനിരുദ്ധൻ അവർക്കടുത്തേക്ക് ചൂടുകൾ വെച്ചു. രാത്രി തിങ്കൾ അത്താഴം കഴിഞ്ഞ് കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനിയിപ്പോ നാളെ തുടങ്ങി ജോലിക്കൊന്നും പോകണ്ടല്ലോ. സങ്കടമൊന്നുമില്ല അവൾക്ക്. എന്നാൽ ആ ജോലിയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. സാരല്ല, ഇതുപോലെ വൃത്തിയേട്ടൻ്റെ കീഴിൽ ഒരുപാട് നാളുകളൊന്നും ജോലി ചെയ്യാനുള്ള തലവിധി തനിക്കില്ലെന്ന് കരുതിയാൽ മതി. ഇനി വേറൊരു ജോലി കണ്ടുപിടിക്കണം, കിട്ടാതിരിക്കില്ല. ചിന്തിച്ചുകൊണ്ട് അവൾ വെറുതെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വാട്സപ്പിൽ ആരുടെയോ മെസ്സേജ്. മിഥുനെന്തോ ഫോട്ടോസ് അയച്ചിരിക്കുന്നതാണ്. ഇതിപ്പോ എന്താ എന്ന പോലെ തിങ്കളാ ചാറ്റ് ഓർന്ന് നോക്കിയതും പെണ്ണിന്റെ രണ്ട് കണ്ണും മിഴിഞ്ഞു പോയത് നിമിഷ നേരം കൊണ്ടാണ്. ബെഡിലിരിക്കുന്നുണ്ടായിരുന്ന അവൾ ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. 3-4 ഫോട്ടോകളാണ് മിഥുൻ തിങ്കളുടെ അയച്ചു കൊടുത്ത്. ഒരെണ്ണം ശ്രീത്തിന്റെയും മറ്റൊന്ന് ജയരാജന്റെയും. രണ്ടിനെയും അടിച്ച് റോഡിൽ ചുരുട്ടി കൂട്ടിയിരിക്കുന്ന ഫോട്ടോ. ബാക്കി 2 ഇവരുടെ സെൽഫിയാണ്. ഒരെണ്ണം ഫുൾ കോസ്റ്റ്യൂമുകൾ മുഖം കാണിക്കാതെയും വേറൊരെണ്ണം മുഖം കാണിച്ചു. സർപ്രൈസ് എന്ന് പറഞ്ഞാണ് അവന്റെ മെസ്സേജ്. തിങ്കൾ ഒരു നിമിഷം അതൊക്കെ കണ്ട് തലക്ക് കൈ കൊടുത്ത് ബെഡിലിരുന്ന് പോയി. അടുത്ത നിമിഷം ആ ഫോൺ എടുത്തവൾ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മുന്നിലെ വാതിലടച്ചവൾ വരാന്തയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അപ്പുറം വെളിച്ചമുണ്ട്. കൂടെ അവിടെ പാർത്തിയുടെ ബൈക്കിലിരിക്കുന്ന അവളുടെ കണ്ണിൽപ്പെട്ടു. നേരെ തിങ്കൾ അങ്ങോട്ട് വെച്ച് പിടിക്കുമ്പോൾ അവിടുത്തെ മുൻവാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്ന് ചാന്ദിനിയും. പാർത്ഥിവില്ലേ ആന്റി? ഈ നേരത്തെ ഇങ്ങോട്ട് വന്നവളെ കണ്ട് അതിശയിച്ച് നിൽക്കുന്ന ചാന്ദിനി പാർത്ഥി അവളെ അന്വേഷിച്ചു കൂടെ അതോടെ കണ്ണുമിഴിച്ചു. എന്താ മോളെ? ഒന്നുമില്ല ആന്റി, എനിക്കൊന്ന് സംസാരിക്കാൻ. അവന്റെ കുറച്ചു മുന്നേ വന്ന് കയറിയുള്ളൂ മോളെ. മിഥുന്റെ കൂടെ ആരെയോ കാണാൻ പോയിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞ്. എന്നിട്ടിതേ ഇപ്പൊ മുറിയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഞാനൊന്ന് പോയി കാണട്ടെ. തിങ്കൾ മടിച്ച് ചോദിക്കുമ്പോൾ മോൾ പോയി കണ്ടോ എന്ന് പറഞ്ഞ് ചാന്ദിനി വഴിമാറി കൊടുത്തു. ആദ്യം ചാന്ദിനിയോട് ഈ കാര്യം പറയാമെന്ന് കരുതിയതാണ് തിങ്കൾ. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. വെറുതെ ആന്റിയെ കൂടി എന്തിനാ ടെൻഷനാക്കുന്നത്? പക്ഷെ പാർത്ഥിവിനോട് ഇതേപ്പറ്റി ചോദിക്കാൻ പറ്റില്ല. പീറ്റർ തന്നെയായിരിക്കണം പാർത്ഥിവിനോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത്. അവനുള്ളത് പിന്നെ കൊടുക്കാം. പാർത്ഥിയുടെ മുറിയൊക്കെ തിങ്കളിനറിയാം. ഇങ്ങോട്ട് ഇതുവരെ കയറിയിട്ടില്ലെന്ന് മാത്രം. കണ്ണാടിയിൽ കവിളിന് താഴെ ചുണ്ടിനരികിലായി ഉണ്ടായ മുറിവിൽ ചോര പൊടിഞ്ഞത് പഞ്ഞി വെച്ച് തുടക്കിയാണ് പാർത്ഥി. ഒരു വശത്ത് മാത്രമേ ഉള്ളൂ മുറിവ്. ചാന്ദിനി അത് തൽക്കാലം കാണാതിരിക്കാം മുഖം കൊടുക്കാതെയാണ് ചെക്കൻ ഇങ്ങോട്ട് കയറി വന്നത്. അന്നേരം അവന്റെ വായിൽ കള്ളമൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ വാതിലിടിച്ചതാണെന്ന് പറയാമെന്നോർത്തവൻ കണ്ണാടിയിലേക്ക് തന്നെ നോക്കുമ്പോൾ ദേ പിന്നിൽ നിൽക്കുന്ന തിങ്കൾ. അവന്റെ കണ്ണൊന്ന് തള്ളി. കണ്ണാടിയിൽ അവിടെ പ്രതിബിംബത്തിൽ തൊട്ടവൻ കണ്ണ് ചിമ്മി തിരിഞ്ഞു നോക്കി. സ്വപ്നമൊന്നുമല്ല, സത്യമാണ്. ആയി തങ്കി വിളിക്കലും കൈയും വിടർത്തി അവന്റെ വരവ്. നിമിഷ നേരം കൊണ്ട് ആ കൈ തട്ടിക്കളഞ്ഞാൽ അവന് നേരെ വിരൽ ചൂണ്ടി. എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കുക, എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം. ഞാൻ എന്ത് ചെയ്തെന്നാ? അവൻ കൈമലർത്തി. നിന്റെ കവിളെങ്ങനെയാ പൊട്ടിയത്? രൂക്ഷമായ അവളുടെ ചോദ്യത്തിൽ ചെക്കൻ്റെ മിഴികളൊന്ന് വെട്ടി. അപ്പോഴേക്കും മിഥുൻ അയച്ച ഫോട്ടോസ് എടുത്ത് അവന്റെ മുമ്പിൽ കാണിച്ചിരുന്നു തിങ്കൾ. ആ ഫോട്ടോയിലേക്കും ഒപ്പം അത് അയച്ച ആളിലേക്കും അവന്റെ കണ്ണുകൾ ചെന്ന് നിന്നു. എടാ തെണ്ടി! മിഥുനെ നന്നായിട്ടൊന്ന് സ്മരിച്ചവൻ തിങ്കളുടെ മുഖത്തേക്ക് നോക്കി. അവന് നോക്കി ഉരുക്കിക്കളയും പോലെയാണ് പെണ്ണിന്റെ നോട്ടം. അവളുടെ ചെക്കൻ്റെ മുഖത്ത് പകപ്പൊക്കെ പോയി ആ ചുണ്ടിലൊരു ചിരി വിരിയുന്നുണ്ട്. ഇതിപ്പോൾ ഈ തല്ലിയത് ഇന്നല്ലെങ്കിൽ നാളെ അവൾ അറിയുമെന്ന് അവനറിയാമായിരുന്നു. പിന്നെ പെട്ടെന്ന് അവൾ വന്ന് ചോദിച്ചപ്പോൾ ചെക്കനൊന്ന് പതിരെങ്കിലും എല്ലാം പെണ്ണറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്താണ് പ്രശ്നം? എനിക്കുണ്ടായ പ്രശ്നം ഞാൻ തന്നെ പരിഹരിച്ചതാ. പിന്നെ അതിന്റെ പേരിൽ അയാളെ പോയി തല്ലാൻ നിന്നോട് ആരാ പറഞ്ഞേ? ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ട് അവളുടെ മുഖം. പക്ഷെ പാർത്തിക്ക് ഒരു കുലുക്കവും ഇല്ല. ചാന്ദിനി അപ്പുറത്തുള്ളതുകൊണ്ട് ശബ്ദം കുറച്ച് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അവന് കേൾക്കാൻ പാത്തിൽ മാത്രമാണ് അവൾ സംസാരിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ എനിക്ക് നിനക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ? പിന്നെ നീ തല്ലിയ നിന്റെ സമാധാനത്തിന്. അപ്പൊ ഈ കാര്യം അറിഞ്ഞിട്ട് അവനിട്ട് 2 പൊട്ടിക്കാതെ ഞാനിങ്ങനെ സമാധാനത്തിൽ കിടന്നുറങ്ങും? ന്യായമായ അവന്റെ ചോദ്യം. എന്നിട്ടിപ്പോ തിരിച്ചടിയിട്ടിപ്പോ നിനക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അയ്യേ, ഈ ചെറിയൊരു പൊട്ടലൊക്കെ ഒരു പൊട്ടലാണ് മോളെ. ശരിക്കുള്ള പൊട്ടലാണെങ്കിൽ ഇതേ ഏതിലും നോക്ക്. പറയില്ല അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് അവൾ കാണിച്ച ഫോട്ടോ അവൾക്ക് തന്നെ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തവൻ. തിങ്കൾ ആ ഫോൺ അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തു. പാർത്ഥിവ്, എന്താ നിന്റെ ഉദ്ദേശം? ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്നാണോ? ആളുടെ ക്ഷമ നശിച്ച പോലെ ചോദ്യം. സ്നേഹിക്കുമെന്നാണോ എന്നല്ല, നീ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ രാത്രി എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിലേക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നീ വന്ന് കയറുമോ? കണ്ണ് രണ്ടും ചിമ്മി അവന്റെ പറച്ചിൽ. തിങ്കൾ പല്ലിയടിച്ചു. നിന്നോട് എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഭ്രാന്തൻ. വിളിക്കൊപ്പം ആൾ വെട്ടിത്തിരിഞ്ഞ് പോവാൻ തുടങ്ങിയതും പാർത്ഥിയുടെ പിടിയുടെ കയ്യിൽ വീണു. വീട് പാർത്ഥി, എന്താണ് ഇത്രയും വരെ വന്നല്ലേ നീ? അപ്പൊ പിന്നെ ആ മരുന്നൊന്ന് വച്ച് തന്നിട്ട് പൊക്കോ. കൈ വിടുന്നുണ്ടോ പാർത്ഥി? പെണ്ണിന്റെ ശബ്ദം കെടുത്തു. ഇങ്ങനെ കണ്ണീച്ചോറില്ലാതെ പെരുമാറില്ല എന്റെ തങ്കി. പൊട്ടിയിടത്തൊന്നും മരുന്ന് വെച്ച് തരാനല്ലേ പറഞ്ഞേ?
അല്ലാതെ അവിടെ ഉമ്മ തരാനെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിഷ്കളങ്കം നിറഞ്ഞൊഴുകുന്ന അവന്റെ പറച്ചിൽ കേട്ട് തിങ്കൾ അവനെ രൂക്ഷമായി നോക്കി. മരുന്നെവിടെ നിന്റെ? ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ ഇനിയും പിടിവിടാത്ത തന്റെ കയ്യിലേക്ക് നോക്കി അവൾ ആ ചോദിക്കുമ്പോൾ ചെക്കൻ്റെ ഉള്ളൊന്ന് തുടിച്ചെങ്കിലും അതങ്ങ് പുറത്ത് കാണിക്കാതെ എടുത്തു വെച്ചിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവൻ കാണിച്ചു കൊടുത്തു. തിങ്കൾ അത് എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും പാർത്തി ബെഡിൽ പോയിരിക്കുന്നുണ്ട്. പഞ്ഞിയുടെ നനവിനൊപ്പം പെണ്ണിന്റെ നനുത്ത വിരൽ സ്പർശം മുഖത്തി വീഴുമ്പോൾ പാർത്തിയുടെ ഉള്ളം കുളിര് കോരി. ചുണ്ടിനും കവിളിനോരത്തിനിടയിലായിട്ടാണ് അവന്റെ മുറിവ്. കല്ലുകൊണ്ടുള്ള അടിയായതുകൊണ്ട് അവിടെ തൊലി അടർന്നു പോയിട്ടുണ്ട്. മരുന്ന് പുരട്ടി കൊടുക്കുന്നത് നിന്നുകൊണ്ട് തന്നെ ആ പണി വൃത്തിയായി തന്നെയാണ് തിങ്കൾ ചെയ്യുന്നത്. അവന്റെ മുറിയിൽ മാത്രം ശ്രദ്ധയിൽ നിൽക്കുന്ന മുഖത്തേക്ക് പാർത്തി കണ്ണുകൾ ഉയർത്തി നോക്കി. കടുങ്കാപ്പി കണ്ണുകളുടെ നോട്ടം മുഴുവൻ ഇപ്പോൾ അവന്റെ ചുണ്ടിലാണ്. നീണ്ട അവിടെ മൂക്കിൻ തുമ്പിലും കവിളിലും ചെറുതായി ഒരു ചുവപ്പ് നിറം. ഇത്രയും നേരം കലിതുള്ളി നിൽക്കുകയായിരുന്നല്ലോ പെണ്ണ്. സ്വൽപ്പം വിട്ടുപോയവളുടെ ചുണ്ടുകളിലേക്ക് പാർത്തി മകൾ ചിമാതെ നോക്കി. അവളെ ഒന്ന് തന്നിലേക്ക് പിടിച്ചാഴ്ത്തി അടക്കി പിടിച്ച ആ ചുടികളിൽ അമർത്തി ചുംബിക്കാൻ ഹൃദയം വാശി പിടിക്കുമ്പോൾ അവന് തോന്നിയ നിമിഷം ചെക്കൻ പെട്ടെന്ന് ഇരുന്നിടത്ത് ചാടി എഴുന്നേറ്റതും തിങ്കളുടെ നെറ്റിയിൽ അവനെ നെറ്റിയെന്ന് ഇടിച്ചു. ഇടിച്ച വേദനയിൽ ആൾ നെറ്റി പൊത്തിപ്പിടിക്കുമ്പോൾ പാർത്തി സ്വന്തം തലക്കിട്ടൊന്ന് അടിച്ചു. അടുത്ത നിമിഷം തന്നെ തിങ്കളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ചു വലിച്ച് ആളുടെ നെറ്റി അവൻ അമർത്തി ഒഴിഞ്ഞു കൊടുക്കുന്നതിനൊപ്പം പോയി നീ, മരുന്നൊക്കെ ഞാൻ വെച്ചോളാം, എനിക്കാരുടെയും സഹായം വേണ്ട പറഞ്ഞിരുത്തുമ്പോൾ അവന്റെ ശ്വാസത്തിൽ വല്ലാത്ത കിതപ്പ്. ആ നിമിഷം തന്നെ തിങ്കൾ അവന്റെ കൈ തട്ടി മാറ്റി. നിനക്ക് ഭ്രാന്താണോടെ എന്നൊരു പറച്ചിലോടെ ഇറങ്ങിപ്പോയതും ആറി മനുഷ്യനെ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞിട്ട് ഭ്രാന്താണോന്ന് നീ നോയിക്കോ, എന്റെ അടുത്തേക്ക് തന്നെ വരില്ല മോള്, കാണിച്ചു തരാം ഞാൻ. പാർത്തി ആൾ പോകുന്നത് നോക്കി പിറുവിരുത്ത് നെഞ്ചു നടവി ആ ഫസ്റ്റ് എയ്ഡും എടുത്ത് കണ്ണാടിയുടെ മുന്നിലേക്ക് തന്നെ പോയി നിന്നു. അനിയേട്ടാ? വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ചാന്ദിനിയുടെ മിഴികൾ വിടർന്നു. യൂണിഫോമിലാണ് അവൻ. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതെന്ന് സാരം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ നേരത്താണ് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദത്തിൽ ചാന്ദിനി പിന്നെയും വാതിൽ തുറന്നു. അറിയുന്നയാളാണെന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ മന്മു പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ പാർത്തിയുടെ മുറിവ് ചാന്ദിനി കണ്ടതാണ്. വാതിലിടിച്ചു എന്ന കള്ളം തന്നെയാണ് അവൻ പറഞ്ഞത്. അതിനൊപ്പം തിങ്കൾ വന്ന് എന്തിനെന്ന് ചോദിച്ചപ്പോൾ എന്നെ ആൾക്ക് ഇഷ്ടമാണെന്ന് പറയാമെന്നാണെന്ന് ചെക്കൻ കളിയോടെ പറഞ്ഞ് ആ വിഷയം അങ്ങ് മാറ്റുകയും ചെയ്തു. പിന്നെ ചാന്ദിനി ഒന്നും കുത്തി ചോദിക്കാനൊന്നില്ല. വേറൊരു കള്ള ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയാണല്ലോ കക്ഷി. പാച്ചൊന്നു ചന്തു ആദ്യത്തേക്ക് കയറുമ്പോൾ തന്നെ അനിരുദ്ധന്റെ ചോദ്യം അതായിരുന്നു. ഓ, അപ്പൊ എന്നെ കാണാമെന്നല്ല. മുഖം വീർപ്പിച്ച് അനിരുദ്ധനെ കണ്ണുരുട്ടി നോക്കി ചാന്ദിനി. നിന്റെ ഈ കുശുമ്പന്റെ മോനും കിട്ടിയിട്ടുണ്ട്. പറച്ചിലിനൊപ്പം ചുണ്ടിൽ ചാന്ദിനിക്ക് വേണ്ടി മാത്രം വിരിയുന്ന ഒരു ചിരിയോടെ ആളുടെ ചുവന്ന മൂക്കിൻ തുമ്പിലൊന്നും നുള്ളി അനിരുദ്ധൻ. കൂടെ ഇന്നുണ്ടായ സംഭവങ്ങളൊന്നും ചാന്ദിനി അറിഞ്ഞിട്ടില്ലെന്ന് അനിരുദ്ധൻ ഉറപ്പായി. ഓ, ഞങ്ങൾക്ക് ഇത്തിരി കുശുമ്പൊക്കെ ഉണ്ട്, അനിയന് സഹിക്കാൻ വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നും പറയില്ല എന്റെ ചന്തു, എന്ത് വേണമെങ്കിലും ഞാൻ സഹിക്കാവേ. പറച്ചിലും അനിരുദ്ധൻ ചാന്ദിനിയെ കൈക്കുള്ളിലാക്കിയിരുന്നു. ആ നിമിഷം ചാന്ദിനിയുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. ഒരു വിറയിൽ ഇരുവർക്കുള്ളിലൂടെ ഒരുമിച്ചാണ് കടന്നുപോയത്. അനിരുദ്ധന്റെ മുഖം പതിയെ അവന്റെ ചന്തുവിലേക്ക് ചായുമ്പോൾ ഉള്ളിൽ നിറഞ്ഞ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം മറച്ച് ചാന്ദിനി. പാച്ച നേരത്തെ കിടന്നു, ഇപ്പൊ ഉറങ്ങിക്കാണും. ഇത്ര വേഗം കിടന്നു അവൻ? ഞാനൊന്ന് നോക്കട്ടെ. അനിരുദ്ധം പറയുമ്പോൾ ചാന്ദിനി അവന്റെ അടുത്ത് വിട്ടുമാറി. ആ നേരെ പാർത്തിയുടെ മുറിയിലേക്ക് നടന്നു. അനിരുദ്ധൻ പാർത്തിയുടെ മുറിയിലേക്ക് കയറുമ്പോൾ ചാന്ദിനി പറഞ്ഞ പോലെ അവൻ ഉറക്കമായിട്ടുണ്ട്. ഇരുണ്ട വെളിച്ചത്തിൽ ഉറങ്ങിക്കിടക്കുന്നവന്റെ തലയിലൊന്നും തഴുകുമ്പോഴാണ് അവന്റെ ചുണ്ടിനവിടം പൊട്ടിയെടുത്ത് മരുന്ന് പുരട്ടിയിരിക്കുന്ന അനിരുദ്ധൻ ശ്രദ്ധിക്കുന്നത്. വാതിൽ എവിടെയോ മറ്റോ ഇടിച്ചതാണെന്ന് അനിരുദ്ധൻ അവിടേക്ക് നോക്കി നിൽക്കുന്ന കണ്ട് ചാന്ദിനി പറയുമ്പോൾ വെറുതെ ഒന്ന് തലയാട്ടിയ ആള്. എവിടെ പോയി ഇടിച്ചാണെന്ന് ആൾക്ക് നന്നായിട്ട് അറിയാലോ. ചാന്ദിനി അവരെ നോക്കി പുറത്തേക്ക് പോയതും അനിരുദ്ധൻ അവന്റെ കവിളിലൊന്ന് പൊതിഞ്ഞു പിടിച്ച് എഴുന്നേറ്റതേ പാർത്തിയുടെ പിടി അയാളുടെ കയ്യിൽ വീണിരുന്നു. അനിരുദ്ധൻ നോക്കുമ്പോൾ കണ്ണൂർന്ന് കിടക്കുകയാണ് ചെക്കൻ. താങ്ക്സ്. പറച്ചിലും അവന്റെ ആ നോട്ടോ അയാളുടെ നെഞ്ചിൽ കൊണ്ടു. എന്തിനാടാ, ഞാൻ നിന്റെ അച്ഛനല്ലേ? ആ ഒരു ചോദ്യത്തിൽ പാർത്തിയുടെ അനിരുദ്ധന്റെയും കണ്ണുകൾ ഒരുപോലെ കലങ്ങി. ആ ഒരു നേരെ കുനിഞ്ഞ അയാൾ അവന്റെ നെറ്റിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്ത് എഴുന്നേറ്റു. ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞ് അവന്റെ കവിളിലൊന്നുകൂടെ തട്ടി എഴുന്നേറ്റ് പോയി അനിരുദ്ധൻ. ചാന്ദിനി ഹാളിലിരിക്കുന്നുണ്ട്. അനിയേട്ട് എന്തെങ്കിലും കഴിച്ചോ? പാർത്തിയുടെ മുറിയുടെ വാതിൽ ചാരി ഇറങ്ങുന്നവരുടെ അടുത്തേക്ക് ചെന്ന് ചാന്ദിനി. ആ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. അതും പറഞ്ഞ് കണ്ണു ചിമ്മുന്നതിനൊപ്പം ഒരു കൈ കൊണ്ട് ചാന്ദിനിയുടെ തോളിൽ പിടിച്ച് അവനോട് ചേർത്ത് ആളിലെ സെറ്റിലേക്ക് തന്നെ പോയിരുന്നവർ. ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചു അനിയേട്ടാ? അന്വേഷിച്ചു, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ചുണ്ടിൽ കുഞ്ഞൊരു ചിരിയോടെയുള്ള പറച്ചിൽ. എന്താ മുഖത്തൊരു കള്ളത്തരം? ആ ചിരിയിൽ ചാന്ദിനിയുടെ കണ്ണുകൾ കുറുകി. പോലീസുകാർക്കൊന്നും കള്ളത്തരം ഉണ്ടാവില്ല എന്റെ ചന്തു. കളിയോടെ പറഞ്ഞ് ചാന്ദിനിയുടെ കവളിൽ പിടിച്ച് അവനും തന്നോട് അടുപ്പിക്കുമ്പോൾ അവളുടെ മിഴികളൊന്ന് വെട്ടി. കൂടെ അനിരുദ്ധന്റെ മുഖത്തെ ചിരിയും മാഞ്ഞു. നെറ്റിയിൽ മുട്ടി അവന്റെ നെറ്റി. അതിരങ്ങളിൽ തൊട്ടുപോകുന്ന ശ്വാസം.
ഇരുവരുടെയും ഹൃദയമിടിപ്പേറി. ചന്തു. കാറ്റുപോലെയുള്ള അനിരുദ്ധന്റെ വിളിക്ക് മൂളാതിരിക്കാൻ കഴിഞ്ഞില്ല ചാന്ദിനിക്ക്. ഇരുമിഴികളും ഇടയുമ്പോൾ എന്നോ മറന്നുപോയ ഒരു ചുംബന മധുരത്തിന് വേണ്ടി അവരുടെ ഉള്ളം ഒരുപോലെ കൊതിച്ചുപോയി. അനിരുദ്ധന്റെ ചുടികൾ മെല്ലെ വിടർന്നു. ആ അധരങ്ങളിൽ മുത്തുമ്പോൾ ചാന്ദിനിയുടെ വിരലുകൾ കാക്കി ഷർട്ടിന്റെ കോളറിൽ മുറുകിപ്പോയി. പക്ഷെ ആ ചുംബനൊന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല. പുഷ്പം മനുവിന്റെ പുറത്തുകൂടെ അപ്പുറം ചാടിയപ്പോൾ ചക്കിരൊന്ന് കുരച്ചതാണ്. വാതിൽ തുറന്നിട്ടുകൊണ്ട് ഹാളിലായിരുന്നവൻ. ആ കുരയിൽ ഞെട്ടി ചന്തുവിന്റെ അനിയേട്ടനും പെട്ടെന്ന് വിട്ടുമാറി. നാണം കൊണ്ട് ആകെ കൂമ്പിയിരിപ്പാണെങ്കിലും മന്മുവിനെ നോക്കി പേടിപ്പിച്ചുള്ള അനിരുദ്ധന്റെ ഇരിപ്പ് കണ്ട് ചാന്ദിനിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. കല്യാണം ഒന്ന് കഴിയട്ടെ, നിന്റെ ചിരി ഞാൻ മാറ്റുന്നുണ്ട്, കണ്ണുരുട്ടി പറഞ്ഞുകൊണ്ട് അനിരുദ്ധൻ കുഞ്ഞൊരു പിണക്കത്തോടെ എഴുന്നേൽക്കുമ്പോൾ ചാന്ദിനിവിനെയും ചിരിച്ചതേയുള്ളൂ. അപ്പോൾ തന്നെയാണ് അനിരുദ്ധന്റെ ഫോണും ബെല്ലടിക്കുന്നത്. ഇന്ന് അവന്റെ വീട്ടിൽ അവരൊക്കെ ഉണ്ടല്ലോ. ഇത്ര നേരമായിട്ട് അവനെ കാണാതെ വിളിക്കുന്നതാണ്. കുഞ്ഞൊരു നിരാശയോടെ അവർ വിട്ടു പോകുന്ന വിഷമത്തോടെ ചാന്ദിനിയുടെ നെറ്റിയിലൊന്ന് മുത്തി എത്രയും പെട്ടെന്ന് അടുത്ത ഞായറായ മതി എന്ന ആഗ്രഹം മനസ്സിൽ നിറച്ച് അനിരുദ്ധൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചാന്ദിനിയുടെ ഉള്ളവും അവരുടെ കല്യാണം ആലോചിച്ച് തുടികൊട്ടുന്നുണ്ടായിരുന്നു. പാറു, ഒരു പിന്നൂടെ തന്നേക്ക്. തിങ്കൾ പറയാൻ കാത്തുന്ന പോലെ കൈയുള്ള പിന്നുകളിൽ നിന്നൊരെണ്ണെടുത്ത് പാർവതി അവൾക്ക് കൊടുത്തു. പിടിച്ചു വെച്ച ഞൊറിയിൽ തിങ്കൾ അത് ഭംഗിയിൽ കുത്തി ശരിയാക്കി കൊടുത്തതോടെ ചാന്ദിനിയുടെ പുടകൊടുക്കൽ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നാണ് ചന്തുവിന്റെ അനിയേട്ടന്റെയും വിവാഹം. കഴിഞ്ഞുപോയ ആഴ്ച എല്ലാവർക്കും നല്ല തിരക്കായിരുന്നു, പാർവതിക്ക് പ്രത്യേകിച്ച്. അച്ഛന്റെയും അമ്മയുടെയും കല്യാണം നടത്തി കൊടുക്കാൻ അവനല്ലേ ഉള്ളത്. ചാന്ദിനിയെ ഒരുക്കാനുള്ള ഡ്യൂട്ടി തിങ്കളിനും പാർവതിക്കുമാണ്. അടുത്ത മാസമാണ് പാർവതിക്ക് മെഡിക്കൽ കോളേജിൽ ക്ലാസ് തുടങ്ങുക. അതുകൊണ്ട് ഈ മാസം വരെ അവൾ ഫ്രീ ആണ്. മേക്കപ്പിന്റെ പരിപാടികളൊക്കെ പാർവതിയും സാരി മൊത്തത്തിൽ തിങ്കളുമാണ് നോക്കുന്നത്. ഇന്നലെ തന്നെ കല്യാണ ഒരുക്കങ്ങളുടെ ഭാഗമായി ചാന്ദിനിയുടെ കയ്യിൽ നിന്ന് സാരി വാങ്ങിച്ച് പ്രീ പ്ലീറ്റിംഗ് ചെയ്ത് എല്ലാം തേച്ച് മടക്കി ഉടുക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിരുന്നവൾ യൂട്യൂബിൽ നോക്കിയാണ് തിങ്കൾ ഈ വക കാര്യങ്ങൾ കൂടുതൽ പഠിച്ചത്. ഇതിനു മുന്നേ ഉത്സവത്തിന് ചാന്ദിനിക്ക് തന്നെ സാരി ഉടുത്തതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ആൾ ഭംഗിയാക്കി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കല്യാണത്തിന് ഇനി വേറെ ആളെയൊന്നും വിളിക്കുന്നില്ല, മോൾ ഉടുപ്പിച്ചെന്നാൽ മതിയെന്ന് ചന്തു പറഞ്ഞത്. ഇപ്പൊ നോക്ക്, മോളിലേറ്റ് ഓഫ് വൈറ്റ് നിറത്തിൽ പ്യുവർ കാഞ്ചീപുരം സാരി അതിമനോഹരമായി തന്നെ ചാന്ദിനിക്ക് ഉടുപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ തിങ്കൾ. എങ്ങനെയുണ്ട് ആന്റി? ആകാംക്ഷയോടെയുള്ള തിങ്കളിന്റെ ചോദ്യത്തിന് ചാന്ദിനി നന്നായിട്ടുണ്ട് മോളെ എന്നൊരു പറച്ചിലിനൊപ്പം സന്തോഷത്തിൽ അവളുടെ കവിളിലൊരു ഉമ്മയും കൊടുത്തു. കല്യാണത്തിന് ഒരുപാട് പേരെയൊന്നും ക്ഷണിച്ചിട്ടില്ല. പാർട്ടിയുടെ കൂട്ടുകാരും ചാന്ദിനിയുടെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളും പിന്നെ അവർക്ക് അത്രയും വേണ്ടപ്പെട്ടവരായിട്ടുള്ള കുറച്ച് ആളുകളും. ഇപ്പോഴുടെ വീട്ടിൽ കല്യാണ പെണ്ണിന്റെ ഒപ്പം ഇറങ്ങാൻ പ്രവീണയും മിഥുനും പ്രണവും പാർവതിയും പാർത്തിയും തിങ്കളും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാവരും അമ്പലത്തിലേക്ക് വരും. ചാന്ദിനിക്ക് സാരി ഉടുപ്പിച്ചു കഴിഞ്ഞ് ഞാൻ പോയി റെഡിയായി വരാൻ ആന്റി എന്നും പറഞ്ഞ് തിങ്കൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. റാണി പിങ്ങിനൊപ്പം പിയർ ഗ്രീൻ നിറത്തിലുള്ള കാഞ്ചീപുരം സാരിയാണ് തിങ്കളിൻ്റെത്. അനിരുദ്ധനും ചാന്ദിനിയും തരുമ്പോൾ നോ പറയാൻ അവൾക്ക് പറ്റില്ലല്ലോ. പാർത്തിയും ചാന്ദിനിയും അനിരുദ്ധനും കൂടിയാണ് കല്യാണത്തിന് ഡ്രസ്സുകൾ എടുക്കാൻ പോയത്. തിങ്കളിന് ചാന്ദിനി സെലക്ട് ചെയ്ത സാരി കണ്ട് പിയർ ഗ്രീൻ കളർ ഷർട്ടും അതേ കരയോട് കൂടിയ മുണ്ടുമാണ് പാർത്തി അവന് വേണ്ടി എടുത്തത്. അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് പിന്നെ മോനും മരുമോളും മാച്ച് ആവാതെ എങ്ങനെയാ? സാരി വാരി ചുറ്റി ഒരുങ്ങി തിങ്കൾ വീട് കൂട്ടി തിരിച്ച് അങ്ങോട്ട് വരുമ്പോൾ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു മിഥുൻ. അവളെയും വീട്ടിൽ നിന്ന് ഷർട്ടിന്റെ കൈ മടക്കി വെച്ചിരുന്ന പാർത്തിയെ അടിമുടിയെ നോക്കി തലയാട്ടി. അപ്പോഴേക്കും പാർത്തി തൊട്ടുമ്പിൽ തന്റെ പെണ്ണിനെ കണ്ട് അവനെ മോഹിപ്പിക്കുന്നവരുടെ രൂപത്തിൽ സ്റ്റക്കായി പോയെങ്കിലും തിങ്കൾ അവനൊരു നോട്ടം നോക്കി അകത്തേക്ക് കയറിപ്പോയി. തിങ്കൾ വരുമ്പോഴേക്കും ചാന്ദിനിയുടെ ഒതുക്ക ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ടച്ചപ്പ് അവളാണ് ചെയ്തു കൊടുത്തത്. രാവുകാലം കഴിയും മുന്നേ എന്തായാലും അവർ വീട്ടിൽ നിന്നിറങ്ങി. മിഥുൻ അവന്റെ ബൈക്കിന് മുന്നേ പോയി. പ്രണവ് പാർത്തിയെയും വിളിച്ച് അമ്പലത്തിൽ കാണാമെന്ന് പറഞ്ഞ് അവന്റെ ബൈക്ക് എടുത്തും പോയി. പാർത്തി അവന്റെ കാറ് തിരിച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നെയാണ് മാരുതി വാഗ്നറിന്റെ ലേറ്റസ്റ്റ് മോഡൽ കാർ പാർത്തി എടുത്തത്. പെട്ടെന്നൊന്നും എടുത്ത് തീരുമാനമല്ല. കുറച്ചായി അവൻ ഇത് വാങ്ങാൻ നോക്കുന്നു. അവസരം വന്നപ്പോൾ എടുക്കുകയും ചെയ്തു. ഒരുങ്ങിയിറങ്ങി വന്ന തന്റെ അമ്മയെ കണ്ട് ചെക്കന്റെ കണ്ണും ചുണ്ടും ഒരുപോലെ ചിരിച്ചു. എങ്ങനെയുണ്ടടാ എന്ന് ചന്തു വെറുതെ ചോദിക്കുമ്പോൾ അമ്മയെ മുറുക്കിയൊന്ന് കെട്ടിപ്പിടിച്ചവൻ. പിന്നിലെ ഡോറ് പാർത്തി അവർക്ക് തുറന്നു കൊടുക്കുമ്പോൾ ആദ്യം ചാന്ദിനി അകത്തേക്ക് കയറി, പിന്നാലെ പ്രവീണയും. അതോടെ അവൻ ആ ഡോർ ക്ലോസ് ചെയ്ത് കോ ഡ്രൈവർ സീറ്റിന്റെ ഡോർ തുറന്നിട്ട് നേരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയി കയറിയിരുന്നു. സമയം പോകുന്നമ്മ, കയറാൻ പറ മോളോട്, പാർട്ടി വിളിച്ചുകൂടെ പറഞ്ഞതേ അവിടെ തന്നെ കയറാതെ നിവൃത്തിയില്ല തിങ്കളാണ്. സാരി ഒതുക്കി പിടിച്ച് അവൾ അകത്തേക്ക് കയറിയെന്ന് ഡോർ അടച്ചു. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൻ കാറെടുത്തു. അമ്പലത്തിലെല്ലാവരും പെണ്ണിനെയും കൂട്ടരെയും കാത്തിരിക്കുകയാണ്. അനിരുദ്ധന്റെ വീട്ടുകാരും പിന്നെ അവർ ക്ഷണിച്ചവരെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അനിരുദ്ധന്റെ വീട്ടുകാരെല്ലാം അന്ന് പിറ്റേയും തിരിച്ചു പോയിട്ട് ഇന്നലെ വൈകുന്നേരമാണ് പിന്നെ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ തന്നെ വന്നാൽ മതിയെന്ന് അനിരുദ്ധനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടിയുടെ കാർ അമ്പലത്തിന്റെ ആൾത്തറക്ക് സമീപമായി വന്നു നിന്നു. അത്രയ്ക്ക് വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലെങ്കിലും ഉള്ളയാളുകളെ കണ്ട് ഇത്ര നേരമില്ലാത്തൊരു ടെൻഷൻ ചന്തുവിന്റെ മുഖത്ത് നിറഞ്ഞു. അങ്ങോട്ടേ ഇറങ്ങിയന്റെ ചന്തു, എത്ര നേരം എന്നറിയോ ചന്തുവിന്റെ അനിയേട്ടം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്?
അമ്മയുടെ ടെൻഷൻ കണ്ട് കുസൃതിയോടെ പറഞ്ഞ് പാർത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നീ പോടാ എന്ന് പറഞ്ഞ് കണ്ണുരുട്ടി ചാന്ദിനി. ഇറങ്ങിക്കോ ആന്റി. ചെറുപുഞ്ചിരിയോടെ തിങ്കളിനൊപ്പം പ്രവീണയും പറഞ്ഞു. ഒന്നുമില്ല അങ്ങ് ഇറങ്ങി ചന്തു എന്ന്. അപ്പോഴേക്കും ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയവൻ വന്ന് ചാന്ദിനിയുടെ അവിടുത്തെ ഡോറൊന്ന് കൈ നീട്ടി. പാർത്തിയുടെ കയ്യിൽ പിടിച്ചതിനെ ചാന്ദിനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടുന്നവരുടെ കണ്ണിലെല്ലാം പുഞ്ചിരിയാണ്. അനിരുദ്ധ മനസ്സറിഞ്ഞാണ് അവരുടെ ആ വരവ് നോക്കിയെന്ന്. ഇത്ര നേരം മസിലും പിടിച്ച് അനിരുദ്ധന്റെ ആ ചിരിയിലേക്കും എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ പാർത്തിയുടെ കൂടെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നിറങ്ങിയ സുന്ദരിയായ പെൺകുട്ടിക്ക് നേരെ നോട്ടം പോയതും അനിരുദ്ധന്റെ വീട്ടുകാരുടെ നെറ്റി വിളിഞ്ഞു. കൂടാതെ പാർത്തി ആ കുട്ടിയും തമ്മിൽ കാണുമ്പോൾ തന്നെ അത്ര ചേർച്ചയും. അവരാരും തിങ്കളിനെ കണ്ടിട്ടില്ല ഇതുവരെ. ഇന്നലെ ഹരിപ്രിയയും മറ്റുള്ളവരും ചാന്ദിനിയുടെ അടുത്തേക്ക് വന്നെങ്കിലും ആ സമയം തിങ്കളിന്റെ വീട്ടിലായിരുന്നു. ചാന്ദിനിയും കൂടി വരികയാണെങ്കിലും പാർത്തിയുടെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് തന്റെ തൊട്ട് പിന്നിൽ വരുന്നവൾക്ക് നേരെ പോകുന്നത് ആർക്കൊന്നും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ മുഖത്ത് സംശയമാണെങ്കിൽ സുജാതയ്ക്കൊപ്പം ദർശിനി ഒട്ടൊരു അസ്വസ്ഥതയോടെയാണ് തിങ്കളിനെയും പാർത്തിയെയും നോക്കിയത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.